തെരുവ് നായ നിയന്ത്രണത്തിനായി മുഖ്യമന്ത്രിയുടെ ഉത്തരവ് പ്രാവർത്തികമാക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ പ്രതിരോധ ചികിത്സ ഓഡിറ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയതായും വർക്കിംഗ് ചെയർമാൻ സി ചാക്കുണ്ണി പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനുകളിൽ തെരുവ് നായശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ ചിത്രങ്ങൾ സഹിതം അന്നത്തെ കേരള ഗവർണർക്കും മുഖ്യമന്ത്രിക്കും നിവേദനം സമർപ്പിച്ചിരുന്നു. നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർക്കും മന്ത്രിസഭാ അംഗങ്ങൾക്കും വകുപ്പ് മേധാവികൾക്കും DGP, മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ എന്നിവർക്കും നായ്ക്കളുടെ അക്രമം ഏറ്റവർക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കാനും ഭക്ഷ്യാവശിഷ്ടങ്ങൾ വഴിവക്കിലും റെയിൽവേ ട്രാക്കിലും നിക്ഷേപിക്കുന്നത് ഒഴിവാക്കാനും ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എന്നാൽ ആ നിർദ്ദേശങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കാത്തതാണ് ഒരു മാസത്തിൽ ഇഞ്ചക്ഷൻ എടുത്തിട്ടും 3 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ദാരുണ അന്ത്യത്തിനിടയാക്കിയതെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് ചെയർമാൻ സി ചാക്കുണ്ണി പറഞ്ഞു. തീവണ്ടി യാത്രക്കാർക്ക് മാത്രമല്ല, വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ബന്ധപ്പെട്ടവരെ സമീപിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിവേദനം ലഭിച്ച ഉടനെ തന്നെ കർശനമായ നിർദ്ദേശം നൽകി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരും വകുപ്പ് ഉദ്യോഗസ്ഥരും കീഴ്ഘടകങ്ങൾക്ക് നൽകിയെങ്കിലും ഫലപ്രദമായ നടപടി എടുക്കാത്താണ് ഒരു മാസത്തിനുള്ളിൽ ചികിത്സ ലഭിച്ച 3 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ദാരുണ അന്ത്യത്തിനിടയാക്കിയത്. റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ യാത്രക്കാർക്ക് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന തെരുവു നായ്ക്കൾ പെരുകുന്നത് അടിയന്തരമായി നിയന്ത്രിക്കാൻ അനിമൽ ബർത്ത് കൺട്രോൾ ഉൾപ്പെടെയുള്ള സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കണമെന്നും പേപ്പട്ടി വിഷബാധ ചികിത്സ എന്നിവ കാര്യക്ഷമമാക്കുന്നതിന് ആശുപത്രിയിലെ പ്രതിരോധ ചികിത്സ ഓഡിറ്റ് നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സി ചാക്കുണ്ണി, കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ കേരള റീജിയൻ കൺവീനർ എ ശിവശങ്കരൻ എന്നിവർ നിവേദനം സമർപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് കോർപ്പറേഷൻ അറിവ് ഗ്രന്ഥപുരയ്ക്ക് ദർശനം ലൈബ്രറി